തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് വരികയാണ്. അതുപോലെ തന്നെ അസംബ്ലി തെരഞ്ഞെടുപ്പും ഉടനെ തന്നെ വരും. 2026 മെയ്യോടുകൂടി അസംബ്ലി തെരഞ്ഞെടുപ്പും വരും. കേരള നിയമസഭയിലെ തെരഞ്ഞെടുപ്പ് നടക്കും. ഈ തെരഞ്ഞെടുപ്പുകളിൽ കഴിഞ്ഞ കാലങ്ങളിൽ ബൂത്ത് ലെവൽ ഓഫീസർമാരെ BLOമാരായി പ്രവർത്തിക്കുവാൻ അംഗൻവാടിയിലുള്ളവർക്കും അതിൻ്റെ വർക്കേഴ്സ്, പിന്നെ ഹെൽപ്പേഴ്സ് എന്നൊക്കെ പറയുന്ന ആളുകൾക്കൊക്കെ അവസരമുണ്ടായിരുന്നു. അതിൽ പല ലെവലിലാണ്. അപ്പോൾ വീടുകളിൽ പോവുക, ഈ വോട്ടേഴ്സ് ലിസ്റ്റ് ക്രോസ് വെരിഫിക്കേഷൻ നടത്തുക, അതുപോലെ ഇലക്ഷൻ സമയത്ത് സപ്പോർട്ട് ചെയ്യുക, ഇങ്ങനെ കുറേ കാര്യങ്ങളാണ്. അപ്പോൾ അതിനൊരു 7000, 6000, 7000 രൂപ അവർക്ക് കിട്ടുമായിരുന്നു. അത് അവർ അഡീഷണൽ സമയമെടുത്താണ് പലപ്പോഴും ചെയ്തുകൊണ്ടിരുന്നത്. അവർ പിന്നെ ഇടയ്ക്ക് ചെറിയ ഡ്യൂട്ടി ലീവൊക്കെ എടുക്കുമായിരുന്നു. അവർ അഡ്ജസ്റ്റ് ചെയ്ത് അത് ചെയ്യും. വർക്കർ ഉള്ളിടത്ത് ഹെൽപ്പറെ ഏൽപ്പിച്ചിട്ട് ഹെൽപ്പർ ഉള്ളിടത്ത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അവർ ചെയ്യും. എന്തായാലും അവർക്കൊരു 7000 രൂപ കിട്ടുമായിരുന്നു. പക്ഷേ 7000 രൂപ കിട്ടിക്കൊണ്ടിരുന്ന അതൊരു അഡീഷണൽ, അവർക്ക് അല്ലെങ്കിലേ വളരെ പൈസ കുറവാണ്. ഇതൊരു അഡീഷണൽ വരുമാനം എന്നുള്ളത് ഇപ്പോൾ ഈ നമ്മുടെ ആശാ വർക്കേഴ്സിന് ഇപ്പോൾ ഈ പിന്നെ ഓരോ വിഷയങ്ങളിൽ പ്രത്യേക ക്യാമ്പയിൻ വരുമ്പോൾ ഇഞ്ചക്ഷനൊക്കെ എടുക്കാനോ അല്ലെങ്കിൽ ഗുളിക എടുക്കാനൊക്കെ പോയാൽ ചെറിയ പൈസ കിട്ടും. ഒരു പേഷ്യൻറ്റിനെ അല്ലെങ്കിൽ ഒരു വീട്ടിൽ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ഗുളികയൊക്കെ കൊടുത്താൽ ഇഞ്ചക്ഷൻ കൊടുത്താൽ പൈസ കിട്ടും. അത് സ്പെഷ്യൽ പൈസയാണ്, ഇൻസെൻറ്റീവാണ്. അത് എപ്പോഴും കിട്ടില്ല. അതുപോലെ ഇലക്ഷൻ സമയത്ത് 5 വർഷത്തിലൊരിക്കൽ ഒരു BLOമാരുടെ 5 വർഷത്തിലൊരിക്കലേ ഉള്ളൂ, എല്ലാ വർഷവും ഇല്ല, കിട്ടുന്ന പോസ്റ്റുണ്ട്. പക്ഷേ അവർ ആരോപിക്കുന്ന അനുസരിച്ച്, അതായത് നമ്മുടെ അംഗനവാടി ടീച്ചർമാരും ഹെൽപ്പർമാരും ആരോപിക്കുന്നതനുസരിച്ച്, അവരുടെ ആരോപണം തന്നെയാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത്. കാരണം എനിക്ക് അതിനെ സംബന്ധിച്ച് ഡോക്യുമെൻ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർ ആരോപിക്കുന്നതനുസരിച്ച് അവരുടെ തന്നെ വിഭാഗത്തിലെ ഓഫീസർമാരെല്ലാം കൂടി കൊണ്ട് പരാതി കൊടുത്തു, ഇവർ ഇങ്ങനെ വ്യാപകമായിട്ട് പോകുന്നു എന്ന് പറഞ്ഞത് കൂടി കൊണ്ടാണ് BLOമാരുടെ പോസ്റ്റിൽ നിന്ന് അവരെ ഒഴിവാക്കി. ഇപ്രാവശ്യം ഉത്തരവിറങ്ങിയപ്പോൾ BLOമാരിൽ ആശാ വർക്കേഴ്സ് ഇല്ല. അതേസമയം 12000 രൂപ ആക്കുകയും ചെയ്തു. ഒരു തമാശ അതാണ്. 7000 രൂപ ആയിരുന്നപ്പോൾ പിന്നെ അംഗനവാടി വർക്കേഴ്സും ഹെൽപ്പേഴ്സും ഉണ്ട്. അത് 12000 ആക്കുമ്പോൾ സ്വാഭാവികമായിട്ട് 7000 രൂപയ്ക്ക് ജോലി ചെയ്തെന്നവർക്ക് ഒരു ആശയും കൊതിയും ഒരു കൊതിക്കെറിവൊക്കെ വരും. 7000 ആയിരുന്നപ്പോൾ നമ്മളുണ്ട്, 12000 ആയപ്പോൾ നമ്മളില്ലല്ലോ, പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ അല്ലേ, ഒരു അസൂയയും കുശുമ്പൊക്കെ വരാൻ സാധ്യതയുണ്ട്. 7000 ആയിരുന്നപ്പോൾ ഞങ്ങളുണ്ടായിരുന്നു, നല്ല പണി ചെയ്യാൻ ഞങ്ങൾ വേണം. 12000 ആയപ്പോൾ ഞങ്ങളില്ല. അവർ തിരക്കിയപ്പോഴാണ് അറിയുന്നത് ഇത് ICDSൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ചില പരാതികളും ഊമക്കത്തുകളും സ്വാധീനങ്ങളും ഒക്കെ പോയത് കൂടി കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന്. അങ്ങനെയാണെങ്കിൽ അതൊരു തരം മോശമായിപ്പോയി, ചെറ്റത്തര പ്രവർത്തനമായിപ്പോയി. കാരണം തൻ്റെ വകുപ്പിലെ തങ്ങളോടൊപ്പം നിൽക്കുന്ന ആളുകൾക്ക് തങ്ങൾക്ക് നല്ല പേ സ്കെയിലിൽ ശമ്പളം കിട്ടുമ്പോൾ, പെൻഷൻ കിട്ടുമ്പോൾ, ഗ്രാറ്റുവിറ്റി കിട്ടുമ്പോൾ, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് ഒരു കൺസോൾട്ടേറ്റഡ് പേ പോലെ, ഒരു സർവീസ് അലവൻസ് പോലെ കുറച്ച് രൂപ കൊടുക്കുകയും അവരെ കൊണ്ട് മാടുകളെ പോലെ അവരെ കൊണ്ട് ജോലി ചെയ്യിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായി അവരെ പീഡിപ്പിക്കാതിരിക്കുക, അവർക്കാവശ്യമായ എന്തെങ്കിലും അഡീഷണൽ ബെനിഫിറ്റ്, പ്രത്യേകിച്ച് സെൻസസ് വരുമ്പോൾ പഞ്ചായത്ത് രാജ് സംവിധാനങ്ങൾ ആലോചിക്കേണ്ടതാണ്. പഞ്ചായത്തിലെ സർവേകൾ, സെൻസസ്, ഈ BLO പരിപാടികൾ, ഇതിലൊക്കെ അംഗനവാടിക്കാരെയും കൂടി, കാരണം അവരും കൂടെ വച്ചത് കൊണ്ട് മൊത്തം ആവില്ല, വേറെ ആളുകൾ വേണം. എന്നാൽ അവരെ കൂടി, അല്ലെങ്കിൽ ഒരു റേഷ്യോ വെച്ച് അവരെ കൂടി പങ്കെടുപ്പിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. അവർക്ക് വലിയൊരു നഷ്ടമാണ് BLOമാരെ ഒഴിവാക്കി, BLO പോസ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ ആ വർക്കിൽ നിന്ന് അവരെ ഒഴിവാക്കിയത്. ഒരു പരാതി കൂടി എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. ഞാനിതൊക്കെ പറയുന്നത് സിസ്റ്റത്തെ കറക്റ്റ് ചെയ്യാനാണ്, അല്ലാതെ എനിക്കിതിവിടെ ഇരുന്ന് പറഞ്ഞതുകൊണ്ട് ആരും എനിക്കിത് വേറെ ഒന്നും തരുകയോ സംഭാവന വാങ്ങുകയോ ഒന്നും ചെയ്യുന്നതല്ല, പൈസ വാങ്ങുന്നതല്ല. പക്ഷേ എനിക്കിത് പറയുമ്പോൾ, നമ്മൾ ഫാക്റ്റ് പറയുമ്പോൾ ഫാക്റ്റിൻ്റെ മെരിറ്റിൽ ബാക്കിയുള്ളവർ കാണണം. കുറേ ആളുകൾ ഈ ICDS ഓഫീസർമാരുടെ പീഡനത്തെക്കുറിച്ചും എനിക്ക് മെസ്സേജുകൾ അയച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളോട് പ്രായമൊക്കെ 62 വയസ്സ് വരെയാണ് അവർക്ക് ജോലിയുള്ളത്. അപ്പോൾ കുറച്ച് പ്രായമായ സ്ത്രീകളോട് പോലും വളരെ ചെറുപ്പക്കാരായ ICDS ഓഫീസർമാരൊക്കെ വളരെ പുച്ഛമായി, പരമപുച്ഛമായി, നിങ്ങളൊക്കെ ഒരുതരം 4ാം കിട ജോലിക്കാരാണ്, നിങ്ങൾക്ക് ലീവ് എടുക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് മക്കളെ കാണാൻ പറ്റില്ല, നിങ്ങൾ അങ്ങോട്ട് പോകരുത് ഇങ്ങോട്ട് പോകരുതെന്നൊക്കെ പറഞ്ഞ് വലിയ കൊടിയ പീഡനം അനുഭവിക്കുന്നതായും കുറേ കേസുകൾ എൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഞാനിതൊക്കെ പരസ്യമായി പറയുന്നത്, ഇത് വ്യക്തികളെ വിളിച്ച് രഹസ്യമായി പറഞ്ഞാറ്റതുകൊണ്ട് തീരുന്നൊരു വിഷയമല്ല. അതുകൊണ്ടാണ് ഇത് വീഡിയോ ആയി ചെയ്യുന്നത്. ദയവായി നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം, അത് ICDS സൂപ്പർവൈസർ ആകട്ടെ, ഡിസ്ട്രിക്ട് ഓഫീസർ ആവട്ടെ, സ്റ്റേറ്റ് ഓഫീസാകട്ടെ, ചൈൽഡ് ആൻഡ് വിമൻ ഡെവലപ്മെൻറ്റിൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആരോ ആയിക്കോട്ടെ, അത് ഡയറക്ടർ മുതൽ താഴോട്ടുള്ള ആരായാലും നിങ്ങൾ വലിയ ജീവകാരുണ്യ പ്രവർത്തനം പോലുള്ള സേവന പ്രവർത്തനമാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ടീം വളരെ വലിയ തോതിൽ ഐക്യപ്പെടേണ്ടതുണ്ട്, ഒറ്റ ഫാമിലിയായി പ്രവർത്തിക്കേണ്ടതുണ്ട്. കുറച്ച് പേർ കൺസോൾട്ടേറ്റഡ് പേയിലോ അല്ലെങ്കിൽ അലവൻസ് വാങ്ങുന്ന പേയ്മെൻറ്റിലായിപ്പോയതും, കുറച്ച് പേർക്ക് പേ സ്കെയിൽ കിട്ടിയതും, വേറെ കുറച്ച് പേർക്ക് ഹയർ പോസ്റ്റ് കിട്ടുന്നതൊക്കെ ഒരു സിസ്റ്റത്തിനകത്ത് അങ്ങനെയൊക്കെ സംഭവിക്കും. പക്ഷെ അതിന് അങ്ങനെ വരുന്നു എന്ന് വിചാരിച്ചിട്ട് കൊടിയ പീഡനമുണ്ടെന്ന് പറയുന്നു. ഞാൻ ഇത് നിർത്തുവാനും തിരുത്തുവാനുള്ള ശ്രമം എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണം. അല്ലെങ്കിൽ നമുക്ക് കേസ് വൈസ് ഇത് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടി വരും. അങ്ങനെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ പലർക്കും നടപടികൾ തന്നെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വളരെ കോമണായി ഒരു സാരോപദേശം എന്ന് വേണമെങ്കിൽ എടുത്തോളൂ. നിങ്ങളെക്കാൾ ഇത് കാണുന്ന പലരേക്കാൾ സീനിയർ ആണല്ലോ, അങ്ങനെ ഒരു സാരോപദേശം പറയുന്നതാണ് തന്നെ എടുത്തോളൂ.
നിങ്ങൾ കുറച്ചുകൂടി മെരുങ്ങി അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു ഐക്യപ്പെട്ട ഒരു കെമിസ്ട്രിയിൽ പോകേണ്ടതാണ് ഈ അംഗൻവാടി ടീച്ചർമാരുടെയും വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും കാര്യത്തിൽ എന്ന് വിചാരിച്ച് അവർക്ക് കള്ളത്തരം കാണിക്കണമെന്നോ ജോലി ചെയ്തില്ലെങ്കിൽ പൈസ കൊടുക്കണമെന്നോ അവരെ ശാസിക്കരുതെന്നോ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ നടപടി എടുക്കരുതെന്നോ അവർക്ക് ശിക്ഷാ നടപടികൾ കൊടുക്കരുതെന്നോ ഒന്നുമല്ല. വളരെ കൃത്യമായി ആലോചിക്കേണ്ടത് ഒരു കെമിസ്ട്രി കുറവ്, ഒരു ഇക്വേഷൻ്റെ പ്രശ്നം ഉണ്ട് എന്ന് ധാരാളം ആളുകൾ എനിക്ക് വോയിസ് മെസ്സേജ് അയച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പക്ഷേ അയച്ച ആരുടെയും പേര് എനിക്ക് അറിയുകയുമില്ല, ഞാൻ അറിഞ്ഞാൽ തന്നെ ഒട്ട് പറയുകയുമില്ല. പക്ഷേ അത് നമ്മുടെ ഒരു ജേർണലിസത്തിൻ്റെ ഒരു തിയറിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സോഴ്സ് പറയാൻ കഴിയില്ല. തീർച്ചയായും ഇങ്ങനെ 2-3 പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കൂടി അംഗൻവാടിയുടെ നേതാക്കൾ കൃത്യമായി പരിശ്രമിക്കണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഞാൻ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ 9ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. എന്ത് ചെയ്യാം, നമ്മൾ കരയിലിരുന്നു കൊണ്ട് ഒരു മാളത്തിൽ കൈയിട്ട് മാളത്തിൽ നിന്ന് പുറത്തിറങ്ങി വന്ന ഒരെണ്ണത്തിനെ കണ്ടുകൊണ്ട് നമ്മൾ അതിനെ പിടിക്കാൻ ശ്രമിക്കിയപ്പോൾ പിന്നെ മാളത്തിനകത്തേക്ക് ആയിരങ്ങളാണുള്ളത്. ഒരു ഗുഹ പോലെ പ്രശ്നങ്ങളുടെ പരമ്പരയാണ്. അടിയന്തരമായി അത് CITUവിൻ്റെ നേതാക്കളോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട AITUസിൻ്റെ ഏത് സംഘടനയാണെന്ന് എനിക്കറിയില്ല, ഏത് സംഘടന നേതാക്കളായാലും ഗവൺമെൻറ് ആയാലും ഒരു കമ്മീഷൻ വെച്ച് ഇതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ്. വളരെ കൃത്യമായി അംഗനവാടിക്കാരുടെ സേവന വേതന വ്യവസ്ഥകളും അവരുടെ വർക്കിംഗ് കണ്ടീഷനും അടിയന്തരമായി മെച്ചപ്പെടുത്തേണ്ടതാണ്.